സുഖമാ? സുഖം മോനെ, സുഖം. ഇസുറിന് പനി കുറഞ്ഞാവോ? ചേച്ചി എന്തോ ലേഡീസ് കളിക്കുമ്പോൾ എങ്ങനെ സുഖം കിട്ടും? അതിന് കൊടുത്താൽ മതി, കിട്ടും. നമ്മൾ ഗേൾ ഫ്രണ്ടായിട്ട് കാണണം. സത്യത്തിൽ ആണുങ്ങളൊക്കെ അന്നത്തെ ലേഡീസാണ്. അതായത് നമ്മൾ ബോയ് ഫ്രണ്ടിനെ വെക്കത്തില്ല, അതേപോലെ പെണ്ണിനെ ഒരു ഗേൾ ഫ്രണ്ടായിട്ട് വെക്കുക. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ലേഡീനെ നമ്മൾ മനസ്സുകൊണ്ട് പ്രണയിക്കണം. നമ്മൾ മനസ്സുകൊണ്ട് പ്രണയിക്കുമ്പം നമുക്ക് ആ ലേഡീനോട് പടാ ആ ഒരു ലേഡിയെ നമ്മൾ മനസ്സുകൊണ്ടുണ്ടല്ലോ ആരാധിക്കുക. നമുക്കൊരാണിനോട് ക്രഷ് തോന്നില്ലേ, അതേപോലെ നമുക്ക് പെണ്ണുങ്ങളോട് ക്രഷ് തോന്നും. എന്നിട്ട് ആ ലേഡിനെ നമ്മൾ ബന്ധപ്പെടണം. പൊളിയായിരിക്കും അത്. പെണ്ണും നല്ല രസമാണ്. ഞാൻ ഇതൊട്ട് കളിച്ചിട്ടില്ല, എനിക്കിതൊട്ട് അങ്ങനത്തെ പെണ്ണോട് തോന്നിയിട്ടില്ല. പുതിയ ബന്ധം നല്ലത്. ഈ ചക്കന് വേറെ പണിയില്ലേ, എന്നാ വാ എങ്ങോട്ട്? ബീച്ചേച്ചിയുടെ ലേഡി ക്രഷ് ആരാ? അതാണ് എനിക്ക് അങ്ങനത്തെ ക്രഷൊന്നുമില്ല. എനിക്ക് ആണിനോടെ ക്രഷ്. എനിക്ക് ക്രഷ് ആരുടെ തോന്നിയിട്ടില്ല. എന്നോട് ക്രഷ് തോന്നിയിട്ടുണ്ടോ? പല ലേഡീസിനും. ഒരുപാട് പെണ്ണുങ്ങൾ എന്നെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ മോട്ടായിട്ട് പിള്ളേരല്ല. എന്നാലും എന്തേ എൻ്റെ ലൈഫ് പറഞ്ഞ വേറെ ചില പെൺപിള്ളേർക്ക് എന്നോട് ഭയങ്കര ക്രഷാണ്. കുമാരേട്ടാ ചെറുക്ക പൊരിച്ചിക്കിനോടും ക്രഷോ, പെരിഞ്ചാക്കിനോടും ക്രഷോ. എടാ ചില ലേഡീസിനും എന്നെ ഒന്ന് കിട്ടിയ കൊള്ളാന്ന് ആഗ്രഹിക്കുന്ന ലേഡീസ് ഇഷ്ടം പോലെ ഉണ്ട്. അതറിയില്ല, അങ്ങനത്തെ പെണ്ണുങ്ങളുണ്ട്. സോൾമാൻ മനസ്സിലായോ? നിന്നിയോ? പിന്നെ ആ കുമാരേട്ടാ എനിക്ക് അശബ ചേച്ചിയെ സംശയം ബിജി ചേച്ചിയോട് ചെറിയ ക്രഷാണെന്ന്. അതെ, ആശബയ്ക്ക് എന്നോട് ഭയങ്കര ക്രഷ. അതറിഞ്ഞില്ല. ആശബ ചേച്ചിക്ക് അറിയില്ല നിങ്ങൾ ഭയങ്കര ക്രഷാ. ആശബ ചേച്ചിക്ക് ഇപ്പോഴും മനസ്സിലായേ. ആശബ ചേച്ചിക്ക് പണ്ട് എന്നോട് ഭയങ്കര ക്രഷ്. എനിക്കറിയില്ലായിരുന്നോ? നിങ്ങളുടെ അപ്പോൾ എന്ത് വേണമെങ്കിലും പറയാല്ലേ. നിങ്ങളുടെ അപ്പോൾ ഉണ്ടാവും. ചോദിച്ചു നോക്ക്. മക്കളെ ഭാവി നീ കാരണം പോയി. എന്ന മക്കളുടെ ഭാവിക്ക് ഒരു കുഴപ്പമില്ല. ഓക്കെ, നീ വെണക്കം സാപ്പിട്ടാ? സാപ്പിട്ടു. ടാപ്പ് അടിക്കൂ. എടാ എല്ലാരും ഡബിൾ ടാപ്പ് അടിക്കട്ടോ. ചേച്ചി ഇന്നലെ നൈറ്റ് സ്റ്റോറി പറയുമോ? അവന് നേരത്തെ എൻ്റെ പിറകെയാണല്ലോ. അയ്യോ, കള്ളില്ല. അയ്യോ ഇല്ല, 10 ദിവസത്തിൽ അടി നിർത്തി. കാമാരേട്ടാ ഇനി മുകളിലേക്ക് പറക്കും. ഇല്ല, അവൻ ബാക്ക് കമന്റ് ഇടുന്നില്ല. നമുക്ക് നോക്കാം, ബാക്ക് കമന്റ് ഇടണി. അശബ ചേച്ചിയെ ഹസ്ബൻഡ് ബിജി ചേച്ചിയെ കൊല്ലും. അസ്രഫ് കുവൈറ്റ് മാറ്റുമ്മി. അത് നല്ലതാണ്. വിവി എപ്പോ വരും? എന്റെ അന്വേഷണം പറയണം. വിവി ചേട്ടൻ 4-ാം തീയതി വരും. 4-ാം തീയതി 4-ാം തീയതി എന്നാണ് എന്നോട് പറഞ്ഞത്. വിളിച്ചപ്പോ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മിനിഞ്ഞാന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. ആള് ബിസിയാ. കുത്തിന മഹല ഞാൻ പറണ എനക്കു പൂരില്ല. നിന്റെ അപ്പം എങ്ങനെ? എന്റെയോ? എൻ്റെ നന്നായിട്ട് വിരിഞ്ഞ് നന്നായിട്ട് പൊന്തി മോളിലോട്ട് ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നു. അങ്ങനെ ഇരിക്കുന്നു. തനുമോളെ. അതായത് നല്ല ഈസ്റ്റിട്ട് പൊന്തിച്ചതാ. നീ എൻ്റെ അയൽവാസി ആയത് എനിക്ക് നാണക്കേടാണ്.
അതിന് എന്ത് തനുമോളെ ഞാൻ ഈസ്റ്റ് ഇട്ട് പൊക്കി വെച്ചേക്കാം. എനിക്ക് ഈസ്റ്റ് ഇട്ട് പൊന്തിയതാ ഇഷ്ടം. അതും കടിച്ചു തിന്നാൻ നല്ല രസമല്ലേ. പൊന്താത്തത് എങ്ങനെ കടിച്ചു തിന്നാം? നമ്മളിങ്ങനെ കടിക്കുമ്പോൾ വായ കിട്ടണം, ആ ഇറച്ചിച്ചോള, എന്നാലേ തിന്ന സുഖം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് പൊന്താത്തത് കിട്ടിക്കുന്ന എല്ല് മാത്രമായിട്ട് എന്താ കാര്യം? എല്ലും തോടും കളയാൻ പാടില്ല. നമുക്ക് എപ്പോഴും നല്ല പൊന്തിയത് വേണം. ഈസ്റ്റ് ഇട്ട് തന്നെ നല്ലത്. ഈസ്റ്റ് ഇടുമ്പോഴാണ്, ഈസ്റ്റ് ഇട്ട് പൊന്തിയതാകുമ്പോൾ തിന്നാനും പിടിക്കാൻ നല്ല സുഖം കിട്ടും. അല്ലേ തനിക്കുട്ടി? നമ്മൾ എപ്പോഴും പൊന്തിയതാ നല്ലത്. ഫ്രണ്ട് പൊന്തണം. പുളി കാണും, പുളി കാണും എന്ത് പൊന്തിയതിനല്ല. പുളി വേണല്ലോ. മൈനക്ക് ഷെയർ. ചേച്ചി ജാസ്തിയാണോ ഓടാക്കണം? നാട്ടിൽ പോകേണ്ടേ? അത് കറക്റ്റാണ് കേട്ടോ. എപ്പോഴും നമ്മൾ പൊന്തിയതാണ് ഏറ്റവും നല്ലത്. ഈസ്റ്റ് ഇട്ട് പൊന്തണതാണ് നല്ലത്. കലന്നെന്ന് വെച്ചാൽ അത് രണ്ടും രണ്ടാണ്. ഈസ്റ്റ് ഇട്ട് പൊന്തുമ്പം നമുക്ക് കടിക്കുമ്പോൾ ആ വായിൽ ചൊള കിട്ടും. അതുമ്പോൾ കടിച്ചു കഴിഞ്ഞാൽ പെണ്ണുക്ക് നല്ല സുഖമായിരിക്കും. ഓക്കെ ഓക്കെ അല്ലേ? നടു ഇങ്ങനെ പൊന്തി നിൽക്കണം. ഷഡവ് ഷെയർ ചെയ്യണ്ടാണോ? ഒരു ഓൺലൈനിൽ ഇല്ല ഷഡവ്. ഒന്ന് നോക്കട്ടെ. ഇല്ല, ഷഡവ് ഓൺലൈനിലില്ല. ഓൺലൈനിൽ വരുമ്പം നോക്കാന്നൊരു ഷഡവിന് ഷെയർ ചെയ്യാം. വിരലിടാറുണ്ടോ? ഇല്ല. വിവി പറയോ എത്ര നാവ് വിവിച്ചാണ് പറയുമ്പോൾ എത്ര നാവ ബിജിക്ക്? എടാ റിയാസ് ദുബായ്, നിനക്ക് എന്താടാ അങ്ങനെ വിടറാ നീ? അതെവിടെയെങ്കിലും തന്നെ നിന്നോട്ടെ എൻ്റെ റിയാസേ. ഓഹ്, നിന്നും കൊണ്ട് തോറ്റു. എടാ നിനക്ക് എന്താടാ വിവിച്ചാണ്ട് ഇത്ര ദേഷ്യം? വല്ലാത്ത ജാതി റിയാസ്. നീയല്ലേ ഇതുവരെ പറഞ്ഞത് താഴെ കടിച്ചിട്ട് അനുഭവിച്ചിട്ടില്ലെന്ന്? എടാ അതല്ല, ഞാൻ അപ്പത്തിന്റെ കാര്യം പറഞ്ഞത്. ഈസ്റ്റ് വെള്ളയപ്പം കള്ളപ്പം അല്ലേ? എൻ്റെ പൊന്നു മോനെ, ഞാൻ പറഞ്ഞത് ഈസ്റ്റ് ഇട്ട് പൊന്നുന്ന അപ്പത്തിന്റെ കാര്യം പറഞ്ഞത്, അല്ലാണ്ട് ആ സാമാനത്തിന്റെ പേരല്ല ഞാൻ പറഞ്ഞത്. അവൻ തെറ്റിദ്ധരിച്ചു. പേരെന്തിനാണ് പറഞ്ഞത് ഈ റിയാസ്? ആ പേര് എന്താ? ഞാനെന്താ ചോദിക്കണേ? നാവിടാം. എന്തില്? അപ്പത്തിലോ? ഓക്കെ പോയോ? അതെ ജമ്മു കളൂടി നിർത്തിയിട്ടാ ഞാൻ നശിപ്പിച്ചിക്ക് വാക്ക് കൊടുത്തില്ല. 10 ദിവസത്തേക്ക് ഇല്ലാട്ടെ. ജമ്മു ഒരു സന്തോഷ വാർത്ത അറിഞ്ഞാ? ജമ്മു ഒരു ഹായ് വിട്ടേ. ജമ്മു ഒരു വാർത്ത അറിഞ്ഞാ? ഹായ് വിട് ജമ്മു, ഹായ് വിട്ടേ.